കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് എളയാവൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേലച്ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ നികുതി അപ്പീൽ കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കൂടെ എത്രയും പേര് ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തീർച്ചയായും ഈ ഞാറ്റുവേല ചന്തയോട് കാണിക്കുന്ന ആത്മാർത്ഥതയും കൂറും ഒന്ന് മാത്രമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഈ മഴ പ്രതികൂല സാഹചര്യമായതിനാൽ നമുക്ക് മുകളിലത്തെ പരിപാടിയിൽ സംസാരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് കർഷകർക്ക് നമ്മുടെ ഒന്ന് രണ്ട് ചെടികൾ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ചടങ്ങ് ഉദ്ഘാടനത്തിലേക്ക് കടക്കാമെന്ന് മാത്രമാണ് ഇപ്പൊ പറയാനുള്ളത്. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി വിവിധതരം നടീൽ വസ്തുക്കളും വഴുതന, മുളക്, തക്കാളി തൈകളും വിതരണത്തിന് ഒരുക്കിയിരുന്നു. മാവിൻ തൈകളും വിവിധ ഫലങ്ങളുടെ തൈകളും കർഷകർക്ക് ലഭ്യമാക്കി. ഒപ്പം ജൈവ വളവും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും ചന്തയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. തുടർന്ന് കർഷക സഭയിൽ കൃഷി അറിവുകളും പങ്കുവച്ചു. എന്റെ പേര് കൃഷ്ണയാണ്. കൃഷ്ണ ഫുഡ്സ് തന്നെയാണ് എന്റെ പേര്. എന്റെ യൂണിറ്റിന്റെ പേര് കൃഷ്ണ ഫുഡ്സ്. ഞാനിത് കുടുംബശ്രീയിൽ ജോയിൻ ചെയ്ത് 18 കൊല്ലം അല്ലേ സാർ? 18 കൊല്ലം കുടുംബശ്രീയിൽ ജോയിൻ ചെയ്തിട്ട് അന്ന് മുതലേ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. കണ്ണൂർ മേള ഇങ്ങനെയെല്ലാം വരും, കുടുംബശ്രീ മേള അങ്ങനെയെല്ലാം വരില്ലേ. ഇപ്പൊ 3 ദിവസം മഹാത്മാ മന്ദിറിലുണ്ടായിരുന്നു. അപ്പൊ അവിടെയെല്ലാം നിറയെ പത്രക്കാരെല്ലാം വന്നുകൊണ്ട് നിറയെ സെയിൽ ആയിരുന്നു. ഓ എല്ലാം നല്ല ഹെൽത്തിയാണ്. ശരിക്കും പ്രോഡക്ട്സ് എല്ലാം ഹെൽത്തിയാണ്. വെളിച്ചെണ്ണയെല്ലാം പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഒന്നിക്കൽ ഞാൻ ആട്ടിയ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ രാമാനന്ദന്ന് മാത്രമേ വാങ്ങിക്കാറുള്ളൂ വെളിച്ചെണ്ണയെല്ലാം. ചക്കയെല്ലാം തന്നെ നമ്മളെ വീട്ടിലുണ്ടായ ചക്ക. ഇത് പൂവമ്പഴം തന്നെ വീട്ടിലുണ്ടായ പൂവമ്പഴത്തിനെ കൊണ്ടുണ്ടാക്കി കേക്കാണ്. ഇതെല്ലാം മഫിൻസ് എല്ലാം പൂവമ്പഴത്തിലാണ്. എൻ്റെ ഇവിടെ എളയാവൂർ സോണെല്ലാം പഴാണ് എൻ്റെ ഒരു പ്രോഡക്റ്റ്. എന്താണ് ഒരു പഞ്ചായത്ത് ഒരു പ്രോഡക്റ്റ് ഇല്ലേ, അപ്പൊ അത് പഴമാണ്. അപ്പൊ സാറ് പഴത്തിന്റെ മഫിൻസ് ആണ് എന്റെ പ്രോഡക്റ്റ്. പഴത്ത് അധികം ഞാൻ ചക്ക ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും സാർ. എല്ലാം ഉണ്ടാക്കും. ഈത്തപ്പഴത്തിനെ കൊണ്ടുണ്ടാക്കും. പക്ഷെ ഇന്നിപ്പോ ഈത്തപ്പഴവും അല്ല പൂവമ്പഴവും ചക്കയും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇവിടെ കൃഷി ഇതാണെന്നല്ല, ചക്കേന്റെ പൗഡർ ചേർത്തിട്ട് മസാലക്കട്ടിലി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ പേര് സഹജ. ഞങ്ങളുടെ കൃഷിഭവന്റെ ഇതില് 3 ലീഡ് ഫാമിന്റെ ഇതുണ്ട്. അപ്പൊ അതില് ഒന്ന് ഞങ്ങളതാണ് ഉണർവ് കാർഷികത്തോട്ടം. അതിൽ ഉൽപ്പാദിപ്പിച്ച ചോളം, ആ ചോളം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു പോപ്കോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ശുദ്ധമായിട്ട് വീട്ടിൽ തന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മളെ ലീഡ് ഫാമിൻ്റെ ഇതിൽ ഉണർവ് കാർഷികത്തോട്ടത്തിൽ 10 അംഗങ്ങളുണ്ട്. അത് നമ്മളെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ചെയ്തതാണ് ഈ ഒരു ചോളം കൃഷി. സംസാരിക്കുന്നത് വ്യത്യാസമുണ്ടല്ലോ. അപ്പം ആ ഒരു രീതിയിൽ ഇന്ന് രക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് തരും എന്നാണ് പറഞ്ഞത്. വേറൊരു ദിവസം 2 മണിക്കൂറിൽ ഇരിക്കാവുന്നത്. ഞാൻ പറഞ്ഞത് വേറെ ടൈപ്പുണ്ടെങ്കിൽ കുറച്ച് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപേക്ഷ പോകുന്നവരൊക്കെ കൃത്യമായിട്ട് എത്തിക്കും. പക്ഷെ അപേക്ഷ കൊടുക്കുന്നവർ വളരെ തുച്ഛം.